ഓപ്പറേഷൻ സിന്ദൂറിൻ്റെ ആദ്യ ദിവസം മെയ് 7 തന്നെ നമ്മുടെ ചില വിമാനങ്ങൾ വീണു. പാകിസ്ഥാൻ്റെ വെടിയേറ്റ് വീണു. അതിന് കാരണം രാഷ്ട്രീയ നേതൃത്വമാണ്. രാഷ്ട്രീയ നേതൃത്വം പറഞ്ഞു നമ്മുടെ വിമാനങ്ങൾ ഈ ഭീകര കേന്ദ്രങ്ങൾ മാത്രമേ 9 ഭീകര കേന്ദ്രങ്ങളാണ് ആക്രമിച്ചത്, അത് മാത്രമേ അറ്റാക്ക് ചെയ്യാവുള്ളൂ. പാകിസ്ഥാൻ മിലിറ്ററി അവരുടെ വ്യോമ പ്രതിരോധം ഒന്നും തകർക്കരുത് എന്നും നിർദ്ദേശിച്ചിരുന്നത് കൊണ്ടാണ് നമ്മുടെ വിമാനങ്ങൾ വെടിയേറ്റ് വീണതെന്ന് ഇന്തോനേഷ്യയിലെ നമ്മുടെ മിലിറ്ററി ഡിഫൻസ് അറ്റാഷെ ക്യാപ്റ്റൻ ശിവകുമാർ ഒരു സെമിനാറിൽ പറഞ്ഞത് പതുക്കെ ഒരു വിവാദമായി വരികയാണ്. അപ്പോൾ ഇന്ത്യക്ക് ഒരു വീഴ്ച ഉണ്ടായത്, ഇന്ത്യൻ സൈന്യത്തിന് വീഴ്ചയുണ്ടായി, വിമാനങ്ങൾ വീണു. അത് പൊളിറ്റിക്കൽ ലീഡർഷിപ്പ് അവരുടെ കൈ കെട്ടിയത് കൊണ്ടാണ് എന്ന് പറഞ്ഞാൽ കുഴപ്പമാവോ? കുഴപ്പമൊന്നുമില്ല ഇതിൽ. ഈ സപ്പോസ് ഈ ഭീകരതാവളങ്ങൾ മാത്രമല്ല, പാകിസ്ഥാൻ്റെ എന്ത് സാധനവും അടിച്ചു പൊട്ടിക്കിടാം എന്ന് മോദി പെർമിഷൻ കൊടുത്തിരുന്നു എന്ന് വയ്ക്കുക. അപ്പോൾ വിമാനങ്ങൾ വീഴാതിരിക്കുമോ? അപ്പോഴും വീഴാം. ഒരു യുദ്ധത്തിൽ എനിക്കിപ്പോഴും മനസ്സിലാവാത്തത് എന്താണ് കോൺഗ്രസ് ഈ ബഹളം വയ്ക്കുന്നത്. ഒരു യുദ്ധത്തിൽ 2 പേർക്ക് നാശനഷ്ടം ഉണ്ടാവില്ലേ? ഇറാൻ ഇസ്രായേൽ യുദ്ധം നടന്നു, ഇസ്രായേലിൽ നാശനഷ്ടം ഉണ്ടായില്ലേ? ഭീകരനാശനഷ്ടം ഉണ്ടായി. ഭീകരനാശനം ഇറാനിലുണ്ടായില്ലേ? ഉണ്ടായി. ഈ ഒന്നും ഇതില്ലാതെ നിങ്ങൾക്ക് ഒരു യുദ്ധം ജയിക്കാൻ പറ്റുമോ? എനിക്ക് മനസ്സിലാകുന്നില്ല. ഇപ്പോൾ ഇത് ആദ്യം ഈ അഭിപ്രായം ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷം ഫസ്റ്റ് ടോം കൂപ്പർ എന്ന് പറഞ്ഞിട്ട് അന്താരാഷ്ട്ര ഈ യുദ്ധവിദഗ്ധൻ ആണ് പുള്ളി. ഒരു യുദ്ധം അനലൈസ് ചെയ്തിട്ട് ഉപയോഗിച്ച ആയുധങ്ങൾ, സ്ട്രാറ്റജി ഇതെല്ലാം അനലൈസ് ചെയ്ത് അങ്ങേര് അന്ന് പറഞ്ഞു പാകിസ്ഥാൻ്റെ നട്ടെല്ലൊടിഞ്ഞു, ഇന്ത്യ വൺ ദ വാർ ഹാൻഡ്സ് ഡൗൺ. ബട്ട് ഇന്ത്യ ലോസ്റ്റ് അറ്റ്ലീസ്റ്റ് 6, ഇഫ് നോട്ട് 5, അറ്റ്ലീസ്റ്റ് 6. 5 ഉറപ്പാണ്, ചിലപ്പോൾ 6 വിമാനം. അതിലൊന്ന് പുള്ളി റാഫേലാണ്, വേറൊന്ന് ഇതൊക്കെ ഉണ്ടായിരുന്നു, മിഗ് 29 പുള്ളി ലിസ്റ്റ് എഴുതിയിരുന്നു. അതിൽ എൻ്റെ ഇപ്പോഴത്തെ നിരീക്ഷണം അനുസരിച്ച് ഈ വിമാനങ്ങളൊക്കെയാണ്, ഒരു റാഫേൽ അടക്കം ഇത് നടന്നിട്ടുണ്ട്. എന്നിട്ട് പുള്ളി പറഞ്ഞു ഇത് ഇങ്ങനെ ആയിരുന്നില്ല ചെയ്യേണ്ടിയിരുന്നത്, ആദ്യം പാകിസ്ഥാൻ്റെ എയർ ഡിഫൻസ് തകർക്കണമായിരുന്നു, എന്നിട്ട് ഭീകരതാവളങ്ങൾ തകർക്കുക, നെക്സ്റ്റ് സ്റ്റേജ് നിങ്ങളുടെ മിലിറ്ററി ബേസ് തകർക്കുക. ഇങ്ങനെ പോയിരുന്നെങ്കിൽ നഷ്ടം കുറയ്ക്കാമായിരുന്നു. ഒഴിവാക്കാമായിരുന്നു എന്നല്ല, ഒഴിവാക്കാൻ പറ്റുകയില്ല. നമ്മൾ രണ്ടും തമ്മിൽ അടി കൂടുമ്പോൾ എനിക്ക് ആരോഗ്യം കുറവാണെന്ന് ചോദിച്ചിട്ട് ഞാൻ സുനിലിനെ ഇടിക്കാതിരിക്കുമോ? അതെ, 2 ഇടി ഞാൻ പാസ്സാക്കില്ലേ? അപ്പോൾ അത് നഷ്ടമുണ്ടില്ല, കുറയ്ക്കാമായിരുന്നു എന്ന് ടോം കൂപ്പറിൻ്റെ അഭിപ്രായം. ഹീ സിറ്റിംഗ് ഇൻ ഓസ്ട്രിയ. പക്ഷേ ഇവിടെ ഒരു വൈരുദ്ധ്യമുണ്ട് ചേട്ടാ. അതായത് നമ്മുടെ ചീഫ് ഓഫ് ഡിഫൻസ് സ്റ്റാഫ് അനിൽ ചൗഹാൻ്റെ പത്രസമ്മേളനം, ബ്ലൂംബർഗിൻ്റെ ഇൻ്റർവ്യൂ, അങ്ങനെ 6 വിമാനങ്ങൾ, 3 റഫേലും 3 വിമാനങ്ങളും നഷ്ടപ്പെട്ടോ എന്ന് ചോദിച്ചപ്പോൾ ആബ്സല്യൂട്ട്ലി റോങ് എന്നാണ് പറഞ്ഞത്. അപ്പോൾ അതും ഇതും കൂടെ പൊരുത്തപ്പെടുന്നില്ല. അല്ല, അത് ഈ പൊരുത്തപ്പെടാതെ കിടക്കും അത് ഇനിയും. നോ കൺട്രി വിൽ ഡിസ്ക്ലോസ് ദെയർ ലോസസ്. ഇത് ഞാൻ കോൺഗ്രസ് ചെയ്യുന്നത് ബേസിക്കലി ഒരു രാജ്യദ്രോഹ പ്രവർത്തനമാണ്. യു വാണ്ട് ടു എക്സ്പോസ് യുവർ കൺട്രി. നിങ്ങൾക്ക് നഷ്ടപ്പെട്ടത് എന്താണ് എന്ന് ലിസ്റ്റ് കൊടുക്കണം, അത് പുറത്ത് പറയണം. പാകിസ്ഥാന് നഷ്ടപ്പെട്ടത് എന്താണെന്ന് കോൺഗ്രസ് ചോദിക്കുന്നില്ല, ഇന്നുവരെ ചോദിക്കുന്നില്ല. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ നമ്മുടെ തന്നെ സ്വന്തം ആൾക്കാരുടെ മുമ്പിലും മറ്റ് രാജ്യങ്ങളുടെ മുമ്പിലും ഭാരതത്തെ കുറച്ച് കാണിക്കുക. ആ ഭാരതത്തെ കുറയ്ക്കുമ്പോൾ പാകിസ്ഥാൻ കൂടിക്കോളുമല്ലോ ഓട്ടോമാറ്റിക്കലി. നിങ്ങൾ പാകിസ്ഥാൻ സിന്ദാബാദ് വിളിക്കേണ്ട, ഇന്ത്യ മുർദാബാദ് വിളിച്ചാൽ തന്നെ പാകിസ്ഥാൻ സിന്ദാബാദിൻ്റെ അർത്ഥം വരും. ഇത് കോൺഗ്രസ് ചെയ്യാൻ പാടില്ല. പക്ഷേ ആ ഓപ്പറേഷൻ സിന്ദൂർ മുതൽ ഇത് തന്നെയാണ് കോൺഗ്രസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതിനകത്ത് ഇങ്ങനെ ഭൂതക്കണ്ണാടി വെച്ച് ഇയാളവിടെ ഇങ്ങനെ പറഞ്ഞു, മറ്റേ ആളവിടെ ഇങ്ങനെ പറഞ്ഞു, ഇത് തമ്മിലും പൊരുത്തപ്പെടുന്നില്ല, അതില്ല ഇതില്ല. ഞാൻ പറയുന്നത് സത്യത്തിൽ നമ്മുടെ പൊളിറ്റിക്കൽ ബോസസിന് ഒരു മിസ്റ്റേക്ക് പറ്റിയെന്ന് വയ്ക്കുക, പട്ടാളത്തിന് അവരുടെ സ്ട്രാറ്റജിയിൽ ഒരു മിസ്റ്റേക്ക് പറ്റിയെന്ന് വയ്ക്കുക.
അതിൽ നമ്മളത് ഹൈലൈറ്റ് ചെയ്യാമോ, അവരെ കുറ്റപ്പെടുത്താമോ? ഇത് തുറന്ന് ബ്ലൂംബർഗ് ഇൻ്റർവ്യൂവിൽ ഇദ്ദേഹം തന്നെ പറയുന്നുണ്ടല്ലോ, ഞങ്ങൾക്ക് ഇത് ഡൗൺ ചെയ്തിട്ട് ഞങ്ങളുടെ ടാക്ടിക്സ് ചേഞ്ച് ചെയ്യേണ്ടി വന്നു. ഫസ്റ്റ് ഡേ കുഴപ്പമുണ്ടായി എന്ന് പറയുന്നുണ്ട്. ഇപ്പോൾ ആ കുഴപ്പം എന്താണെന്ന് പറ. ഫസ്റ്റ് ഡേ കുഴപ്പമുണ്ടെന്ന് ചേട്ടൻ പറഞ്ഞില്ലേ, അതെന്താ ആ കുഴപ്പം എന്താണെന്ന് പറ. ആ കുഴപ്പം അതിന് ഉത്തരവാദി ആരാ? അയാളുടെ പേരിൽ നടപടിയെടുത്തോ? നോൺസെൻസ്. നിങ്ങൾ ഒരു യുദ്ധത്തിൽ ഒരു സ്ട്രാറ്റജി എടുക്കുന്നു, ഉച്ചയാകുമ്പോൾ ഫീഡ്ബാക്ക് വരുന്നു, ചേട്ടാ ഇത് മുതലാവില്ല, എന്നാൽ ഒരു കാര്യം ചെയ്യും, അപ്പുറത്തൂടെ അടിക്കുന്നു. അപ്പോൾ ഇതെന്ത് ചെയ്യണം? അത് നിർത്തി വെക്കടാ. അപ്പോൾ ഞാൻ എന്ത് ചെയ്യും? നീ തൽക്കാലം ഒന്നും ചെയ്യണ്ട, നീ അവിടെ നിൽക്കേ. ഇതൊക്കെ ഇതിന് സമയത്ത് നടക്കുന്നതാണ്. നമ്മളൊരു ചെറിയ പരിപാടി, ഒരു വേലി കെട്ടാൻ പോയി കഴിഞ്ഞാൽ തന്നെ ഇങ്ങോട്ട് പിടി അങ്ങോട്ട് പിടി എന്നൊക്കെ പറഞ്ഞ് 110 അഭിപ്രായങ്ങളല്ലേ. ഇത്രയും കൺഫ്യൂഷനൊന്നും മിലിറ്ററിയിലില്ല. ബട്ട് ദെൻ അവരുടെ പ്ലാൻ എ നടന്നില്ലെങ്കിൽ അവർ പ്ലാൻ ബി ഓപ്പറേറ്റ് ചെയ്യും. ബൈ ദ ടൈം പ്ലാൻ എയിൽ ഉണ്ടാവാനുള്ള ഡാമേജ് ഉണ്ടാവും. യു ആർ എൻകൗണ്ടറിങ് അനദർ പ്രൊഫഷണൽ മിലിറ്ററി പാകിസ്ഥാൻ്റെ. അതെ, പാകിസ്ഥാൻ്റെ സൈന്യവും എല്ലാ പരിശീലനം കിട്ടിയ സൈന്യം തന്നെയാണ്. അതെ, ഈ നമ്മുടെ ഇറാൻ, ഇസ്രായേൽ, ഹമാസ്, ലെബനൻ, ആ പ്രദേശം കഴിഞ്ഞാൽ പിന്നെ യുദ്ധം ചെയ്ത് ശീലമുള്ള ആൾക്കാർ ഇന്ത്യയും പാകിസ്ഥാനുമാണ്. ഇടയ്ക്കിടയ്ക്ക് യുദ്ധം ചെയ്ത് ശീലമുണ്ട്. ചൈനക്കാരൻ യുദ്ധം ചെയ്തിട്ട് എത്ര കാലമായി? അതെ അതെ അതെ, അവന് യുദ്ധത്തിൻ്റെ എക്സ്പീരിയൻസ് ഇല്ല. റഷ്യയ്ക്ക് ഒരുപാട് കാലത്തിന് ശേഷം ഇപ്പോഴാണ് എക്സ്പീരിയൻസ് തുടങ്ങിയത്. അതുകൊണ്ടാണ് റഷ്യ ഉടക്കി നിൽക്കുന്നത്. 3 ദിവസം കൊണ്ട് തീർത്ത് കളയുന്ന എല്ലാവരും വിചാരിച്ചത്, ഞാനും വിചാരിച്ചിരുന്നതാണ്. ന്യായം നോക്കിക്കഴിഞ്ഞാൽ തീരണം യുക്രൈൻ. പക്ഷേ 3 വർഷമായി തീർന്നിട്ടില്ല. എക്സ്പീരിയൻസ് ഇല്ല. നമ്മൾ ഈ സാധനം 3 ദിവസം കൊണ്ട് നിർത്തി. കാരണം നമുക്ക് കുറച്ചുകൂടെ പാകിസ്ഥാനും എക്സ്പീരിയൻസ് ഉണ്ട്. നമ്മളെ മാത്രം വിചാരിച്ചാൽ നിൽക്കില്ലല്ലോ ഇത്. രണ്ടുപേരും വിചാരിക്കണമല്ലോ. അവനും യുദ്ധം ചെയ്ത എക്സ്പീരിയൻസ്. പക്ഷേ ഈ നമ്മുടെ ഈ ഇന്തോനേഷ്യയിലെ ഡിഫൻസ് അറ്റാഷെ ഇങ്ങനൊരു സെമിനാറിൽ പറഞ്ഞതിനകത്ത് ഒരു അനൗചിത്യമുണ്ടോ? അയാളെ കൊണ്ട് പറയിപ്പിച്ചതാണെങ്കിലോ? അയാളൊരു കേണൽ റാങ്കിലുള്ള ഉദ്യോഗസ്ഥനാണ്. ഇറ്റ് ഈസ് ഓൾ പോസിബിൾ. താനിത് ഒന്നും വരുന്നത് വരട്ടെ, ഞങ്ങൾ നോക്കിക്കൊള്ളാം. അതിനുള്ള സാധ്യതയുണ്ടല്ലേ? ഇതിൽ കുത്തിത്തിരിപ്പ് എന്ത് നടക്കുന്നതാണ് വിചാരം? അല്ലെങ്കിൽ ഇതുവരെ ഇന്തോനേഷ്യയിൽ ഒരു അറ്റാഷയുണ്ടോ അതോ അംബാസഡർ ആർക്കെങ്കിലും അറിയാമോ? ഇത് പറഞ്ഞപ്പോഴല്ലേ ഇയാൾ പ്രൊമിനൻസിൽ വന്നു. അതെ, അയാളുടെ പേര് പോലും നമ്മൾ കേൾക്കുന്നില്ല. അവിടെ അറ്റാഷ ഉണ്ടോ എന്ന് പോലും നമ്മൾ നോക്കുന്നില്ല. എത്രയോ രാജ്യങ്ങളിൽ എത്രയോ അഡ്രസ് ഇല്ലാതെ ഒരുപാട് പേര് വിദേശകാര്യ വകുപ്പിലെ ഉദ്യോഗസ്ഥന്മാർ ടൈക്കൊക്കെ കെട്ടി സുഖമായിട്ട് വെള്ളമൊക്കെ അടിച്ച് കഴിയുന്നുണ്ട്. അപ്പോൾ ഇയാൾക്ക് തോന്നിക്കാണും ഒന്ന് അടിച്ച് വിടാം എന്ന് തോന്നിക്കാണും, അല്ലെങ്കിൽ ആരെങ്കിലും കൊടുപ്പിച്ച് കാണും. ഇനി അതുമല്ലെങ്കിൽ അയാൾ പറഞ്ഞത് സത്യവുമാകും. അയാൾ പറഞ്ഞത് സത്യമാണെങ്കിൽ തന്നെ എന്താണെന്നാണ് ഞാൻ ചോദിക്കുന്നത്. ഇനി അയാളുടെ ഗവൺമെൻറ് തന്നെ പറഞ്ഞിട്ട് പറയിപ്പിച്ചതാണെങ്കിലോ? അങ്ങനെ പറഞ്ഞു തന്നൂടെ? ഗവൺമെൻറ് ഇന്തോനേഷ്യയിലെ അറ്റാഷയെ കൊണ്ടൊക്കെ പറയിപ്പിക്കുന്നത് പറയാനുള്ളത് ജയശങ്കർ പറയും. ഇത്രയും സത്യസന്ധനായ ഒരു വിദേശകാര്യമന്ത്രി കാണാൻ പറ്റില്ല. അങ്ങനെ ഉള്ള കാര്യം തുറന്നു പറയാം. എനിക്ക് സംശയം, ഈ പൊളിറ്റിക്കൽ ലീഡർഷിപ്പ് എന്ന് തന്നെ ഈ അറ്റാഷ പറയുന്നു. പറഞ്ഞപ്പോൾ അങ്ങനെ പറഞ്ഞു കാണും. അതുകൊണ്ടാണ് അത് വാർത്തയായത്. അതായിക്കോട്ടെ. ഇപ്പോൾ പൊളിറ്റിക്കൽ ലീഡർഷിപ്പ്, ഇപ്പോൾ ഇന്ദിരാഗാന്ധിയുടെ കാലത്ത് 71 യുദ്ധം, അതിൽ ഇന്ദിരാഗാന്ധിയെ കുറ്റം പറയുന്നില്ലേ? പക്ഷേ ഇത് സൈനിക ഉദ്യോഗസ്ഥനല്ലേ? പൊളിറ്റിക്കൽ ലീഡർഷിപ്പാണ് കുറ്റക്കാരനെന്ന് സൈനിക ഉദ്യോഗസ്ഥർ തന്നെ പറഞ്ഞിട്ടുണ്ട്. ഇന്ദിരാഗാന്ധിയെയും കുറ്റം പറഞ്ഞിട്ടുണ്ട്, ജവഹർലാൽ നെഹ്റുവിനെ കുറ്റം പറഞ്ഞിട്ടുണ്ട്. സർവീസിലിരിക്കെ പ്രൈവറ്റായിട്ട് പറയും, പബ്ലിക് സെമിനാറിലാണ് ഇത്. പക്ഷേ അറ്റാഷ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ ഒരു ഡയറക്റ്റ് മിലിറ്ററി ഇതല്ല. പോയിരിക്കുന്ന ആളാണ്. ഹി ക്യാൻ മേക്ക് എ പബ്ലിക് സ്പീച്ച്. അതുകൊണ്ടാണല്ലോ അങ്ങനെ നടത്തിയത്. അല്ലെങ്കിൽ പബ്ലിക് സ്പീച്ചിനെ പോവില്ല. പട്ടാളക്കാരൻ പരസ്യ പ്രസംഗത്തിന് വരുന്നത് കണ്ടിട്ടുണ്ട്. അത് ചെയ്യില്ല. സെമിനാറിൽ പങ്കെടുത്താണ് ഈ ഓപ്പറേഷൻ സിന്ദൂറിൻ്റെ ഇമ്പാക്റ്റിനെ കുറിച്ച് സംസാരിക്കാൻ പോയതാണ്. ഏതായാലും കോൺഗ്രസ് അത് ഏറ്റെടുത്തിട്ടുണ്ട്. അതാണിപ്പം കോൺഗ്രസ് ഏറ്റെടുത്തോട്ടെ, വിരോധമൊന്നുമില്ല. അങ്ങനെ ചെയ്യുന്നതിലൂടെ കോൺഗ്രസ് കൂടുതൽ അൺപോപ്പുലർ ആകും. കോൺഗ്രസ്സിന് മനസ്സിലാവുന്നില്ല അവരുടെ കാൽച്ചോട്ടിലെ മണ്ണാണ് ഈ പോകുന്നത്.
അവർ ഈ ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധത്തിലെ കുറ്റം കണ്ടുപിടിക്കാൻ കൂടുതൽ ശ്രമിക്കുന്തോറും കൂടുതൽ ജനങ്ങൾക്ക് അവരോട് ദേഷ്യം വരും. നിങ്ങൾ മോദിയെ വേറെ രീതിയിലൊക്കെ അറ്റാക്ക് ചെയ്തോ, അതല്ലാതെ ഇത് വെച്ചിട്ട് നമ്മുടെ വിമാനം വീണു നീ ആരാ ഇത്? അല്ല, ഇത് ശരിയാണ് കേട്ടോ ചേട്ടൻ പറഞ്ഞു. എനിക്ക് എൻ്റെ നാട്ടുപുറത്ത് ഞാൻ നാട്ടിൽ പോയപ്പോഴത്തേക്ക് ആ യുദ്ധമല്ലേ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വീഴും. ഇതാണ് സാധാരണ ജനത്തിൻ്റെ ഒരു വികാരം, പ്രതികരണം. ഇത് കോൺഗ്രസ്സിന് മനസ്സിലാവുന്നില്ല, രാഹുലിന് മനസ്സിലാവുന്നില്ല. അത് അവർക്ക് വലിയ ദോഷം ചെയ്യും അവരുടെ ഈ പ്രോജക്റ്റ്. ഈ ഓപ്പറേഷൻ സിന്ദൂർ ഒരു പരാജയമായിരുന്നു എന്ന് വരുത്താനുള്ള മനഃപൂർവമായ ശ്രമം. ഫലത്തിൽ ചേട്ടൻ പറഞ്ഞതുപോലെ പാകിസ്ഥാൻ ജയിച്ചു എന്നാണ് ഇവർ പറയുന്നത്. അതെ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.